സുബഹിക്ക് ശേഷം ഏറ്റവും ഉപകാരപ്രദമായ ജോലികളിൽ മുഴുകണം. എന്തെങ്കിലും എഴുതാൻ, പഠിക്കാൻ. കച്ചവടക്കാരനാണോ, കണക്കുകൾ നോക്കിക്കോ. സുബഹിക്ക് ഇരുന്നിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്, വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾക്ക് ഉത്തരം പറയുന്നവരുണ്ട്. നല്ലൊരു ക്രമീകരണമായിരിക്കും. എല്ലാം കൂടെ രാവിലെ നോക്കുക, എന്നിട്ട് ആ സമയത്ത് റിപ്ലൈ കൊടുത്തേക്കുക, നിർബന്ധമായിട്ട് കൊടുക്കേണ്ട റിപ്ലൈ ഒക്കെ. ഇന്ന് ലോകത്ത് ഈ അധ്യാപനങ്ങൾ, ഈ കാര്യങ്ങൾ ലോകത്ത് മറ്റുള്ളവർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരു പുസ്തകം കാണാം, റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്നൊരു പുസ്തകം കാണാം. അപ്പൊ ആ പുസ്തകത്തിന്റെ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്ത് വിറ്റുപോയിട്ടുണ്ട്. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്. ലോകത്ത് വിജയം വരിച്ചവരുടെ, അതുപോലെ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു സംഗതി രാവിലെ എഴുന്നേൽക്കലാണെന്ന് അദ്ദേഹം പറയുന്നു. അത് ദശലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കുന്നു. അത് വലിയ സംഭവമായിട്ട് മാറുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലളിതമായ അധ്യാപനാണ് സുബഹിക്ക് എഴുന്നേൽക്കണം, തഹജ്ജുദിന് നേരത്തെ എഴുന്നേൽക്കണം. തഹജ്ജുദിന്റെ അമല് തന്നെ സത്യത്തിൽ എന്താ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് അവർ പാപമോചനം തേടും എന്ന് പറഞ്ഞാൽ തലേന്ന് ഇതുവരെ കഴിഞ്ഞ കണക്കൊക്കെ തിരുത്തി ഇനി പുതിയൊരു ജീവിതം തുടങ്ങുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മൾ സുബഹിക്ക് തുടങ്ങുന്നത്. റോബിൻ ശർമ്മന്റെ പുസ്തകം അമുസ്ലിമീങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു സാധാരണ അറിവാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത്. ബൂരികലി ഉമ്മത്തി ഫി ബുക്കൂരിഹ. പ്രഭാതത്തിലെ ആദ്യ സമയത്തിൽ അള്ളാഹു എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സമയം നമുക്ക് ഉപകാരപ്രദമായ ഭൗതികമായ പാരത്രികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ചായ കുടിച്ച് ഹോട്ടലിലിരുന്നു, ഉറങ്ങിത്തീർത്തു, അങ്ങനെ പാഴാക്കാതിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളുടെ ഭാഗമാണ്. ഉലമാ